കാറിലിരിപ്പുണ്ട്. ദാ നമസ്കാരം. വരണം വരണം. എക്സ്ക്യൂസ് മീ, മുഹൂർത്തം എത്ര മണിക്കാ? മുഹൂർത്തം 11:30. നിങ്ങള് എന്നെ മനസ്സിലായില്ലേ? ഞാൻ എസ് ഐ. എസ് ഐ ഷമ്മുഖം. എന്റെ അനുജൻ എസ് ഐ അറുമുഖം, എന്റെ ജ്യേഷ്ഠൻ എസ് ഐ തിരുമുഖം, അച്ഛൻ എസ് ഐ പോയിമുഖം. എസ് ഐ ഇനിഷ്യല. അപ്പൊ മൊത്തം എസ് ഐ ഫാമിലി ആണല്ലേ? അച്ഛൻ വരില്ലേ ഏട്ടാ? ഇല്ല അനിയ, അച്ഛൻ വേറൊരു മാരേജിന് പോയിരിക്കുക. അല്ല, നിങ്ങള് ഒറിജിനൽ എസ് ഐയെ നോക്കി നിൽക്കുക. നരേന്ദ്ര, നമ്മൾ നന്ദിനിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. പേടിക്കണ്ട. കൊണ്ടുപോയത് അവളെ കെട്ടാൻ പോകുന്നവൻ തന്നെയാ, എസ് ഐ സുന്ദർ. ചെല്ലടാ മോനെ. അവനെ അടിച്ചു നിരത്തിട്ട് പിടിച്ചോണ്ട് വാടോ അവളെ. അയ്യോ, സാഹസമൊന്നും കാണിക്കണ്ട. പണ്ട് എന്റെ അച്ഛന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിങ്ങൾ കല്യാണം നടത്തി. ഇപ്പോ എന്റെ പെങ്ങളുടെ ഇഷ്ടത്തിനെതിരായും ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ നിങ്ങൾക്ക് എന്താ ഉത്സാഹം? ഇല്ല, ഇനി ഞാനിത് അനുവദിക്കില്ല. ചതിക്കായിരുന്നല്ലേ? പണ്ട് നിങ്ങളുടെ ആജ്ഞ അനുസരിച്ച് ഓച്ചാനിച്ച് നിന്ന ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയല്ല, അയാളുടെ ആണത്തുള്ള മകനാ പറയുന്നത്. എതിർപ്പൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം, അല്ലെങ്കിൽ അടിച്ച് പെരുക്കും ഞാൻ എല്ലാത്തിനെയും. എന്നെ എന്തിനാ തല്ലുന്നേ? മുഹൂർത്ത നേരത്ത് വിളിച്ചിറക്കി കൊണ്ടുപോകാനുള്ള തന്റെ ഇടം എസ് ഐക്കുണ്ടായി. നിങ്ങളുടെ കുറ്റം കൊണ്ട് തന്നെയാ പെണ്ണിറങ്ങിപ്പോയത്. തന്റെ ഇടവും പൗരുഷവും ഉള്ള ആണുങ്ങളെടുത്തേ പെണ്ണു നിൽക്കൂ. എന്നെ അപമാനിച്ച അവരുടെ തന്റെ ഇടം ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം. നമുക്ക് ഈ വേഷമൊക്കെ മാറി കുളിച്ച് ഫ്രഷ് ആയിട്ട് രസം പോയ പോലെ. വേഷമൊക്കെ മാറി ഇഡലിയിൽ നിന്ന് പോകാൻ നേരമില്ല അളിയാ. പെട്ടെന്ന് അവിടെ എത്തണം, അവന്മാര് പുറകെ ഉണ്ട്. വരൂ. നമസ്കാരം. വണക്കം. വധുവും വരനും വൃദ്ധരാണല്ലേ? പാവങ്ങളാ, കല്യാണം എങ്കിലക്കല്ലേ? ആണും ആണും തമ്മിലോ? അത് നിയമവിരുദ്ധമാണ്. അതെ, സ്വല്പം നേരത്തേക്ക് വേഷം മാറി കളിച്ചതാ. അതെ അതെ, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വന്നു. കണ്ടില്ലേ, ഇതാണ് ഇത് പെണ്ണ്. സാർ ശീഘ്രം இந்த കല്യാണത്തെ രജിസ്റ്റർ பண்ணி கொடுங்க സാർ. ഇതിൽ ഒപ്പിട്. ഇനി വിറ്റ്നസ് മോളെ, മോൾ ഈ മാല ഇങ്ങോട്ട് ഇട്ടോട്. ഇട്ടോട് മോനെ, മോൾ ഈ മാല അങ്ങോട്ട് ഇട്ടോട്. സർക്കാർ ഓഫീസാണ്. സോറി സാർ. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വേഷം മാറി എത്തിക്കോളാം. ഞങ്ങൾ പോട്ടെ. ചേട്ടന് പൊക്കോളൂ. ഹലോ, ഇന്ന് വന്നേ. മലയാളം നന്നായി സംസാരിക്കുന്നല്ലോ. എന്താ പേര്? വക്കീൽ ഷൺമുഖി. വിവാഹിതയാണോ? അല്ല, വിവാഹിതനാണ്. ഭാര്യയുടെ പേര് സുന്ദരി. ഭാര്യ? എന്താ, ഞാൻ ആണാണോന്ന് സംശയമുണ്ടോ? സംശയിക്കണ്ട. മനസ്സിലായോ?
കൺഗ്രാചുലേഷൻസ്. നിങ്ങൾ തമ്മിൽ വേർപിരിയാൻ കഴിയാത്തവണ്ണോ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതെനിക്കെങ്കിലും തുറന്നു പറയാമായിരുന്നില്ലേ? എങ്കിൽ ഞാൻ എന്നേ പിന്മാറിയേനെ. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. ചേരേണ്ടവർ തമ്മിൽ ചേരും. എനിവേ, ഇറ്റ്സ് മൈ സ്മോൾ ഗിഫ്റ്റ്. പ്ലീസ്. ഇങ്ങോട്ടാ 4 ആളെ വിളിച്ച് കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരുപാട് സമ്മാനം കിട്ടിയത്. ദൈവം സഹായിച്ച് എൻ്റെ 2 മക്കളും അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നില്ല. എങ്കിൽ ഞാൻ വരട്ടെ.